ഹായ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ടി വി എസ് ജുപ്പിറ്ററിൽ നമ്മൾ ഫോണൊക്കെ കണക്ട് ചെയ്യുന്ന ടി വി എസിൻ്റെ കണക്ട് എന്ന ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ GPS നാവിഗേഷനിൽ കണക്റ്റഡ് ആണെങ്കിലും നമുക്ക് നാവിഗേഷൻ വഴി ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാവിഗേഷനിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലത്തെ ഒരു ID നമുക്ക് കിട്ടും. ആ ID നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ID അതായിട്ട് സൈറ്റായിട്ട് സിങ്ക് ആയിട്ട് നമുക്ക് നമ്മുടെ GPS നമുക്ക് ആ ഒരു റൂട്ട് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ആപ്പ് ടി വി എസിൻ്റെ ഒരു കണക്റ്റ് എന്ന് പറയുന്ന ടി വി എസ് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പും ആപ്പിളിലും ആൻഡ്രോയിഡ് ഫോണിലും വർക്ക് ചെയ്യും. പക്ഷേ GPS കാണാൻ പറ്റുന്നത് നമുക്ക് ആൻഡ്രോയിഡിൽ. പക്ഷേ ആപ്പിൾ ഫോണിലാണെങ്കിൽ നമ്മുടെ ആ ഒരു ആപ്പ് കണക്റ്റഡ് ആവും, പക്ഷേ GPS എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യണില്ല. അത് ഒരു എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ അതിൻ്റേതായ ലൈറ്റിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് കീ ഒന്ന് ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ആൻഡ്രോയിഡ് ഫോണിൽ ടി വി എസിൻ്റെ ആപ്പ് കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ടി വി എസ് കണക്റ്റ് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വന്നു. അപ്പോൾ ടി വി എസ് കണക്റ്റ് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ടി വി എസിൻ്റെ കണക്ട് എന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രിസൈസ് എന്ന് പറയുന്നത് അത് നമ്മൾ വൈൽ യൂസിങ് അലോ ചെയ്തു. ലോഗിൻ ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ അടിക്കണേ. അപ്പോൾ നമ്മൾ ആ OTP വരാൻ വെയിറ്റ് ചെയ്യണം. OTP വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന OTP നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഫെച്ചിങ് ഡീറ്റെയിൽസ് അടിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനത്തേക്ക് ഒരു വിൻഡോയ്ക്ക് തുറന്നു വരും കേട്ടോ. ഓക്കെ, ഹലോ 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 എല്ലാ ഹലോ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ഡീറ്റെയിൽസ് എൻ്റെ പേര് വന്നിട്ടുണ്ട്. അവിടെ തൊട്ടപ്പുറത്തെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ടി വി എസ് കണക്റ്റ് ആസ്കിൻ ടു ടേൺ ഓൺ ബ്ലൂടൂത്ത് അലോ അടിക്കുക. ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടൈം അത് കൊടുത്തു. സ്കാൻ ഡിവൈസിന് അടിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ വണ്ടി ഓൺ ആയിരിക്കണം. സ്കാൻ ഡിവൈസ് ഓൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് ആവും. അതിനുശേഷം എല്ലാം ഓക്കെ അടിക്കുക. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഫോണായിട്ട് ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവറേജ് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും കാണാം. ബാറ്ററി വോൾട്ടേജ്, ടെമ്പറേച്ചർ, 125 കിലോമീറ്റർ റേഞ്ച്. ഇനി നമുക്ക് ഈ ഒരു ഉള്ള പെട്രോൾ യൂസ് ചെയ്ത് നമുക്ക് 125 കിലോമീറ്റർ പോകാം. ഇനി വേർ ടു ഗോ എന്ന് നമ്മൾ നാവിഗേഷൻ നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ കാഞ്ഞങ്ങാടാണ്. അപ്പോൾ ഇനി വേർ ടു ഗോ എന്ന് അടിക്കുമ്പോൾ ഞാനിപ്പം തൃശ്ശൂർ അടിക്കുകയാണ്. തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂർക്ക് പോകാനായിട്ട് തൃശ്ശൂർ ലൊക്കേഷൻ ഇട്ടു. അപ്പോൾ ഇങ്ങനെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 273 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട് മാക് ID ഈസ് നോട്ട് വാലിഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് സ്പീഡോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ടോ. ഇൻവാലിഡ് സ്പീഡോമീറ്റർ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ID കിടക്കുന്നുണ്ട് കണ്ടോ. അവിടെ ഒരു ID. ഈ ഒരു ID നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ബ്ലൂടൂത്ത് ഓഫ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്തതിന് ശേഷം ഈ ആപ്പ് ഡിസ്കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി എസ് കണക്റ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ലോഗോ ID നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് FAQ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ പറ്റുന്നു. ഇവിടെ FAQ അതിൽ ക്ലിക്ക് ചെയ്യുക. FAQ സെക്ഷൻ അവിടെ വ്യൂ FAQ. അവിടെ നമ്മൾ ജനറൽ ക്ലിക്ക് ചെയ്യാം. ജനറൽ നാവിഗേഷൻ എടുക്കുക. അവിടെ കണ്ട നമ്മുടെ മാക് ID അല്ലെങ്കിൽ കസ്റ്റമർ ID ഇത് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏതാണ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ നമ്പർ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ നമ്മുടെ മാക് ID അല്ലെങ്കിൽ ആ കസ്റ്റമർ ID ഇവിടെ അടിക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സേജ് വരും. ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് അറ്റംപ്റ്റ് ടു കണക്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓഫായി കിടത്താനാണ്. നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. ബ്ലൂടൂത്ത് ഓണായി. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇത് വന്നു വേർ ടു ഗോ എന്ന് അടിക്കുക. ഇപ്പോൾ പോകേണ്ടത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ വെച്ചിട്ടുണ്ട്. 273 കിലോമീറ്റർ സ്റ്റാർട്ട് കാണിക്കണം. പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാവിഗേഷൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ ടേൺ ലെഫ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യം സെറ്റായിട്ട്
അപ്പോൾ ഇതുപോലെ വീഡിയോസ് വരാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണെങ്കിൽ ബാക്കിയുള്ള ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതിട്ട്. അപ്പോൾ നിങ്ങളെ സ്വന്തം സൈനിങ്